മറുപടി അരുളണമേ. രോഗം കുഷ്ഠങ്ങൾ കേകണമേ സൗഖ്യം. പൈശാചികവശ്യ കേകുക സ്വാതന്ത്ര്യം. ഹല്ലേലൂയ യോ ഹല്ലേലൂയ. നിൻ പ്രാർത്ഥന ഞങ്ങൾക്കെന്നാളും കോട്ട. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചു കരുളനമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്നാൾ. നിൽക്കണമവർ വലഭാഗത്തിൽ. മെതുമൊരു ദുഃഖരോ നോർത്തോ മഹാന്മേൽ ദേക്കൽ ഫകറുകു കാതി ശോവസ്തീവ്ദുമുഗുഹായോ വനകോമുന്മെനിയാ മീനോ ഭയമദനഹോ റാവൂസോ വനകോമുന്മെനിയാ മീനോ ഭയമദനഹോ റാവൂസോ. Mariam dilido yoghano namdo heno nagwalok fiso naglovay Esrahamilay. നിന്മതൗശുദ്ധന്മാരെന്നിവതൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുത വചനപദം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്തിൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയെ നീവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാമറിയാമീന്നും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമശിക നിജമൃതിയാലിവതൻ മൃതിയെ മെനീച്ചു നിഘനീച്ചോനെ. അപരിഭാവന തൃത്വൈക സുഹിതാവോടൊപ്പം ജീവനഴും പ്രകൃതിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോൻ. കൈക്കൊള്ളുവോർക്കേഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ത്രീയന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറയ്ക്കുമോ. സ്ത്രീയന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ നാളുകളിൽ ശിഷ്യന്മാർ വർദ്ധിച്ചു വന്നപ്പോൾ യൗവനക്കാരായ ശിഷ്യന്മാർക്ക് എബ്രായ ശിഷ്യന്മാരുടെ നേരെ നീരസമുണ്ടായി. എന്തെന്നാൽ ദിവസേനയുള്ള ശുശ്രൂഷയിൽ അവരുടെ വിധവമാർ നിന്ദിക്കപ്പെട്ടിരുന്നു. സ്ലീഹന്മാർ 12 പേരും കൂടി ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു കൂട്ടി അവരോട്, ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് ഭംഗിയല്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നിങ്ങൾ പരിശോധിച്ചിട്ട് നല്ല മതിപ്പുള്ളവരും കർത്താവിന്റെ ആത്മാവും അറിവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുവിൻ. ഞങ്ങൾ അവരെ ഈ കാര്യത്തിന് നിയമിക്കാം. ഞങ്ങളാകട്ടെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും സദാ ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ കാര്യം എല്ലാവർക്കും ഇഷ്ടമായി. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും കൊണ്ട് നിറഞ്ഞവനായ സ്തെഫാനോസിനെയും ഫിലിപ്പോസിനെയും പ്രൊക്കോറോസിനെയും നിക്കാനോറിനെയും തീമോനെയും ഫർമീനായും യഹൂദമതാനുസാരിയായ അന്ത്യോക്യനായ നിക്കലാവോസിനെയും തിരഞ്ഞെടുത്തു. ഇവർ ശിഷ്യന്മാരുടെ മുമ്പാകെ നിന്നു. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ മേൽ കൈവയ്ക്കുകയും ചെയ്തു. ദൈവവചനം പ്രചരിക്കുകയും യെരൂശലേമിൽ ശിഷ്യന്മാരുടെ സംഖ്യ ഏറ്റവും വർദ്ധിക്കുകയും യഹൂദന്മാരിൽ വളരെ പേർ വിശ്വാസത്തെ അനുസരിക്കുകയും ചെയ്തു. സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കുറേനക്കാരും അലക്സാന്ദ്രിയക്കാരും കിലിക്കിയയിലും ആസിയയിലും നിന്നും വന്നിട്ടുള്ളവരുമായി ലിബർത്തീൻ എന്ന് വിളിക്കപ്പെടുന്ന സംഘത്തിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് വാദിച്ചു. എന്നാൽ അവനിൽ വിളങ്ങിയിരുന്ന അറിവിനും ആത്മാവിനും എതിരെ നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ മോശയ്ക്ക് വിരോധമായും ദൈവത്തിന് വിരോധമായും അവൻ ദൂഷണവാക്കുകൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് പറയുവാൻ ചിലരെ പഠിപ്പിച്ചയച്ചു. അവർ ജനങ്ങളെയും കശീശന്മാരെയും ശാസ്ത്രാധ്യാപകരെയും ഇളക്കുകയും നടുവിലേക്ക് അവനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഹബീബായി ബാറയ്ക്കുമോ. പൗലോസ് ശ്ലീഹാധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചവയെതിരായാലും ചൊന്നാൽ വാനവനെങ്കിലും ആദോദൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ധന്യൻ
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാരിക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം നാശത്തിലേക്ക് നടത്തുന്ന പിന്മാറ്റത്തിന് ഉള്ളവരല്ല, പിന്നെയോ ആത്മരക്ഷയുണ്ടാക്കി തരുന്ന വിശ്വാസത്തിനുള്ളവരാണ്. വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ പ്രവൃത്തി രൂപത്തിലുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതുമൂലം തന്നെയാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും ദൃശ്യമായവ ദൃശ്യമായവരിൽ നിന്ന് ഉണ്ടായെന്നും നാം തിരിച്ചറിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ഹാബേൽ കായേണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് അർപ്പിച്ചു. അതിനിമിത്തം അവൻ നീതിമാനാണെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ടായി. ദൈവം അവന്റെ കാഴ്ചയെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. അവൻ മരിച്ചിട്ടും ഇപ്പോഴും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹാനോക്ക് മരണം ആസ്വദിക്കാതെ എടുക്കപ്പെട്ടു. ദൈവത്താൽ അവൻ എടുക്കപ്പെടുകയാൽ അപ്രത്യക്ഷനായി തീർന്നു. എടുക്കപ്പെടുന്നതിന് മുൻപ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ടായി. വിശ്വാസം കൂടാതെ ഒരുത്തനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സമീപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസം മൂലമായി തന്നെ അപ്രത്യക്ഷ വിഷയങ്ങളെക്കുറിച്ച് തന്നോട് സംസാരിച്ചപ്പോൾ നോഹ ഭയപ്പെടുകയും സ്വകുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകമുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ ലോകത്തെ കുറ്റപ്പെടുത്തുകയും വിശ്വാസനീതിയുടെ അവകാശിയായി തീരുകയും ചെയ്തു. ആഹായി ബാരിക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാം ബലികളെ അർപ്പിപ്പിൻ, കർത്താവിനു പ്രിയരെ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി പാവനമാതായിൻ മുൻപിൽ കർത്താവിനെ വന്ദിച്ചിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാരിക്കുമോ. നാം എടുക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവോടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരായി തീർക്കുമാറാകട്ടെ. Evangelion Gadishud Moranes Shamshigos Vaso Mayoniso Men Marcos Sabrono Dam Sabragai Furgono Lulmo. ഒന്നിനുപരിപാലിക്കുന്നതിനുമായും വാഴ്ത്തപ്പെടാനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായ സ്തുതികളും നാം എല്ലാവരുടെ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sabino Hogel Dam Dabrono say the Moran Malogan Vurko Dilane Shamshigo Masudaya Logo the Sposa Mansulto Kadisto Mariam Holy then Hokan Hawaii. അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഒരു ശാബത ദിവസം യേശുരാൻ വെളഭൂമിയിൽ കൂടി പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരിയെടുത്ത് കൊണ്ടിരുന്നു. പരീശന്മാർ അവനോട്, നോക്കുക, ഇവർ ശാബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു. യേശുരാൻ അവരോട് പറഞ്ഞു, ദാവീദും തനിക്കും കൂടെയുള്ളവർക്കും നിവൃത്തിയില്ലാഞ്ഞ് വിശന്നപ്പോൾ ചെയ്തത് എന്തെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അവൻ അബദ്യാർ പ്രധാന ആചാരനായിരിക്കുന്ന ആ കാലത്ത് ദൈവഭവനത്തിൽ പ്രവേശിക്കുകയും ആചാര്യന്മാർക്കല്ലാതെ ഭക്ഷിപ്പാൻ അധികാരമില്ലാത്ത കാഴ്ചയപ്പെടുത്ത് സ്വയം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തത് എങ്ങനെ? മനുഷ്യൻ ശാബതനായിട്ടല്ല, ശാബത മനുഷ്യനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാബത്തിന്റെയും കർത്താവാകുന്നു എന്ന് അവൻ തുടർന്ന് പറഞ്ഞു. ഉശൈനോ ലകുൽകും മോർബസേലിയോസ് തൻ പെരുന്നാളെ നിന്നെ വിളിച്ചീശൻ എൻ പാപത്തെ ഓർത്തപ്പോൾ
പോകാൻ ഞാൻ ഞെട്ടി പോയില്ലെന്നാൽ അയ്യോ ഞാനെന്നിൻ ദൈവസുതൻ മാർവിനഗതമാ തിരുരക്തത്താലെ പാപം മോചിച്ചിടട്ടെ. കർത്താവേ സ്തുതി എന്നേവം ഞാനെന്നും പാടും. ഹാലേലൂയ തൽ പ്രാർത്ഥന ശരണം. സ്തുമൻകാലോ പ്രിയലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭാവം മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യന്മാരാക്കണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാമിലിനും നോഹിനും മൽക്കീസദെക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമൂവേലിനും തന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേക ദൈവവുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുൽഗുണ്യവും മോസുതായ ആമീൻ. ഭരിക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യ സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട കാലികളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും തങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, നീ ഞങ്ങളിൽ കരുണയണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നീ നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന മരിമഞ്ഞ നീ തെളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കോർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കാൻ നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്ന് ചേരണമേ. ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിനേക്ഷകളും ദയാപൂർവം
ഞങ്ങൾ നിന്ന് നീക്കിയേ മായ്ച്ച് കളയണമേ. കാരുണ്യവാനായ കർത്താവേ, കോപവടികളെ ഞങ്ങളുടെ കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കും ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബ്ഹാനൽ മീൻ മോറിയാലോ ഞങ്ങളെ സൃഷ്ടിച്ച ഈ ആയുസ്സിലേക്ക് ആനയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ പാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മാ ശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ കർത്തൃമേശയതായത് ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ മഹാകരുണയ്ക്ക് തക്കവണ്ണം നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ ആജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു വരണമേ. ദൈവമായ കർത്താവേ, ഞങ്ങള് തൃക്കന്മാർക്ക് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ പല വഴിപാടുകളും മോശയുടെയും മഹ്റോന്റെയും ആചാരിത ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാന യാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷയും നീ വീക്ഷിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്നും നീ ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ ഈ കർപ്പിക്കുവാനും പ്രതിപകര ദിവസത്തിൽ നിന്റെ മിശിഹായുടെ കരുണമോ വിശ്വസ്തനും ജ്ഞാനികളുമായ ഭവനാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരായി തീരണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഹോശോ വബകുല സുബ്ഹാനൽ മീൻ. ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷയെ കേൾക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Kadisho Kadish Bro Kadisho Kadish Rogayo Kadisho Damgadeshwar Mohanoe Abde Kadhoe
Mesraham Al-Nam Shosan Al-Nam Shosodamohai Dahai Wadarabonai Wadamalfonai Wadanidai Wadagulgonanidamhaime Yeldido Kadiso Badraigon Olmelolam Nulmin ആമീൻ. മരിക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നയും കാണപ്പെടാത്തയുമായ സർവ്വ സൃഷ്ടാവായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്ന് പ്രകാശവും സത്യ ദൈവത്തിന് സത്യ ദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനൊന്നായിരിക്കണം. സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയ ശരീരിയായി തീർന്നു മനുഷ്യനായി പോന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നതിന്റെ സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവിതം മരിച്ചവനെ വിധിപ്പാൻ തന്റെ വലിയ മാതൃ വരുവാനിരിക്കണം. തന്റെ രാശനാസമർത്ഥമായ യേശുമിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സാൽത്യം ജീപ്പൻ കർത്താവും പിതാവിന്റെ പുറപ്പെട്ട് പിതാവിനും പുത്രനും വന്നിക്കപ്പെട്ട് സുഖിതപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഹാന്തരം സംസാക്ഷ്യമായ ജീവനും വിശുദ്ധമുലേഖറുഹായാലും കാതോലിയ ശ്ലൈഹികമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമുനീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഞങ്ങളേറ്റ് പറഞ്ഞ് മനുഷ്യരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടം സമയമിതാ മോചിക്കും ഈതു നമസ്കാരത്തിൻ സമയം ഈതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ഈ ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേതു കരുണയുടെയും ആലിവിന്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ ദൂരസ്ഥ സമീപ
തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരരേ വരുവീൻ ഒരുപോൽ കരുണയും നീടാം. Barikor stomen kalo സകലതിന്റെയും ദൈവവും നാഥനുമായുള്ളവേ, ഞങ്ങൾ അയോഗ്യരായിരിക്കെ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ സംയോജിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിവ്യാലിംഗനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ രക്ഷയ്ക്ക് നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലതിനും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനും സാരാംശമൊന്നായിരിക്കുന്നതുമായ നിന്റെ റൂഹായ്ക്ക് ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കന്യള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനും താൻ മാത്രം കാരുണ്യവാനുമായിരിക്കുന്ന കർത്താവേ, തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുത്ത് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ നീ അനുഗ്രഹിക്കണമേ. അവനോടുകൂടി സകലത്തിനും വിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ എന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെ കൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബുകൂല സുവാൻ വഴിതെറ്റിപ്പോയ ആടുകളെ തിരിച്ചുകൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സുഹൃത്തന്നെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്തരഹിതമായ ഈ ബലി അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിന് നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും മനുഷ്യനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ നന്ദി പ്രകടനത്തിനും പര്യാപ്തമായി തീരുമാറണമേ. ഹോശോ ഉപകൂല സുബാൻ ലവൽ മീൻ. ഭരിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിന്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമത്വമാവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന് വലുതാവുന്ന
മെശിയ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ ഊഷ്ണേമേൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശോസേന്മാർ, ശുൽത്തോനന്മാർ, മൗദമേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്ന് എന്ന് ഗാദീഷ് പാടുന്നവരായ ആറാറ് നിറങ്ങളുള്ള ശ്രോമേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധൻ 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 ഒരങ്ങളല്ലോ ശാന ദൈവമായ ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകൾ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടങ്ങി ചെയ്തു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാവമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ ഗാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചുരിയപ്പെടുകയും പാമോചനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു ഇത്. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊള്ളുവീൻ. അതാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തലിനെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തേടത്തിനായി ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും വീണ്ടും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്തരഹിതമായ ഈ ബലിയെ ഞങ്ങൾ നിനക്കണക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി
ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയോ ചെയ്യാതെ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തിരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണയണമേ എന്ന് അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായല്ലോവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നതായ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിടമേ. കർത്താവേ എന്നോട് ഉണർന്നരുളണമേ. കർത്താവേ എന്നോട് ഉത്തരവരുളണമേ. കർത്താവേ എന്നോട് ദയ തോന്നി എന്റെ മേൽ കരുണ ചെയ്യണമേ. ക്രിയലായിസോൻ, ക്രിയലായിസോൻ, ക്രിയലായിസോൻ. ഐക്യനോദനാഥമാകേന വേദനമോനോ ഫറോ മവേദനായ ഫറോ ഫറോ പോയോ ഫറോ ദം ശിവാലോകോ ഓദിന വൽഗോസോനോ ശമലേ നമോ നിയാദിനോസോ തുമോ ഫറോ പോയോ തുമോ ദിലേദം ശിവാലോകോ ദൈവമായ കർത്താവേ, ദൃശ്യരക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരത്തെ ഇളവ് ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവർത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും മനോലോക ശക്തികൾക്ക് അജയവുമായ സഭയുടെ ഉറപ്പുമായി തീരണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാകുന്ന വിരുദ്ധകളിൽ നിന്ന് സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സമ്മതനക്കും നിന്റെ ഏകപുത്രനും സർവ്വതനും പരിശുദ്ധനോത്തമനും വന്യനും ജീവനായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതുമായ നിന്റെ റൂഹായിക്ക് ഇപ്പോഴെപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ഹോശോ നമ്മുടെ ദുഷ്യന്മാരായിരുന്ന 4 ഭാഗങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികസായ മോറാൻ മോറിഗ്നാത്യോസ് പ്രേം ദീദിനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കാവുന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനാവുന്മാർ അന്തീമോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനോത്തമനും വന്യനും ജീവനായകനും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ നിന്റെ റൂഹായിക്ക് ഇപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ബാരിക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും
ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതിരുന്നിട്ടുള്ളവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ സ്വർഗീയ വിശാലതയിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷീണയാർന്നവർക്ക് പ്രതിഫലമായി നൽകി നിന്റെ സഹായത്തിന് അവരെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ശക്തി കൊണ്ടവരെ ബലപ്പെടുത്തുകയും നിന്റെ സംരക്ഷണം അവരെ ആയുധമായി അണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരണവാനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവനായകനുമായ നിന്റെ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ പാർക്കുമോർ നാല് ഭാഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും നേരാകലെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സഹമൂഹം മുഴുവനും സുഗതമുള്ളതായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്നെ ക്ഷണം പ്രാപിക്കുന്ന എല്ലാവർക്കും നിരീക്ഷിതാവും സഹായം ചെയ്യാൻ നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകോദനും സകലത്തിലും പരിശുദ്ധനും വന്ദിനും ജീവനായകനുമായ നിന്റെ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരെയും സ്ലീഹന്മാരെയും ഏവെങ്കേലിയസ്തന്മാരെയും സഹദന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്നെ യജമാനും മുന്നോട്ടുകാരനുമായ മോർ യൂഹാനോൻ മബ്ദോനോയെയും ഷമാശന്മാരെ പ്രധാനിയും സഹദന്മാരിൽ മുമ്പിനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ത്രീന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധികാരങ്ങൾ കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന അതിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവരുടെ സംരക്ഷണവും മനുഷ്യനായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിത്യം പ്രാപിച്ചവർക്ക് ആശ്വാസവും ഉണ്ടാക്കണമേ. ആയത് നിന്റെയും നിന്റെ ജാതനെയും സകലത്തിലും പരിശുദ്ധനോത്തമനും വന്ദിനും ജീവദായകരമായ നിന്റെ റൂഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കുമാറാകണമേ. ഹോശോ സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി
ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോടെ മുൻകൂട്ടി നിർവാഹിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസ്തന്തീനോസ് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദീവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമത്യോസും പീലക്സിനോസും അന്തീമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രഗ്രീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോ പ്രധാനായും മോർ അബ്രേമും മോർ യാക്കോവും മോർ സഹാക്കും മോർ ബാലായും ദുഃഖിതന്മാര് തലവനായ മോർ ബെർസോമായും മോർ ശമോൻ ദസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറാൻമാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രഗ്രീസും മോർ ബെസേലിയോസ് എൽദോം അബ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോർ എസ്താത്യോസ് ലീവ ബാവായും യൂയാക്കി മോർ കുറിലോസ് ബാവായും ശക്രല മോർ ബെസേലിയോസ് ബാവായും പൗലോസ് മാർ കൂറിലോസും മോർ അത്താനാസിയോസ് പൗലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിജാതിരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വിവിധ വിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. എന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവനായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ രൂപങ്ങളുടെയും സകല ചട്ടങ്ങളുടെയായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവന്നതാണ് ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം പ്രിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. പ്രിയലായിസോൻ, പ്രിയലായിസോൻ, പ്രിയലായിസോൻ. ആത്മാക്കളുടെയും സകല ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർത്തോളണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ നീ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്നാൽ നിന്നെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും മാമോനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഓരോന്നും തന്നെ ശരണപ്പെടുന്നു. പുണ്യം കാരുണ്യം
ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും അറിവോടും അല്ലാതെയും മനസ്സോടും വിമത മനസ്സോടും ചെയ്തോരാ പാപം നീക്കേണം. ദൈവമായ കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പോലെ ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂല സകലതാലും എന്ന പോലെ ഇതിനാലും സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെടുന്നതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും സകലത്തിലും പരിശുദ്ധനും വന്ദിനും ജീവദായകനുമായ റൂഹായുടെ നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പൊഴുത്തപ്പെടുമാറാകണമേ. ഹോശോ പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായ സകലതലമുറയും ലോകങ്ങളെ നീ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ഓർമ്മിച്ചോ രാട്ടിൻ കൂട്ടത്തെ കർത്തൻ കാക്കുന്നു. കണ്ടാലും നിന്നെ കൊണ്ടാടും കൂട്ടം നിന്നേരം നീക്കും മശിഹായെ വാഴ്ത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ നിന്യാജീപ്പെന്നും സങ്കേതസ്ഥാനം മോർബസേലിയോസ് ആർത്തന്മാരെല്ലാം തുൽപാദം പോകി തദ്വാക്യം കേൾക്കാം. സാത്താനാകർഷി ചെന്നോർക്കാശ്വാസം രോഗിക്കാലംബം നൽകണം നാഥ. ഹല്ലേലൂയ യോ ഹല്ലേലൂയ നിന്യാജീപ്പെന്നും സങ്കേതസ്ഥാനം മോർബസേലിയോസ് അങ്ങേ ഓർമ്മിച്ചോ രാട്ടിൻ കൂട്ടത്തെ കർത്തൻ കാക്കുന്നു. കണ്ടാലും നിന്നെ കൊണ്ടാടും കൂട്ടം നിന്നേരം നീക്കും മശിഹായെ വാഴ്ത്തും. ഹല്ലേലൂയ യോ ഹല്ലേലൂയ നിന്യാജീപ്പെന്നും
സങ്കേതസ്ഥാനം. മോർബസേലിയോസ് ആർത്തന്മാരെല്ലാം ത്വൽപാദം പോകി തദ്വാക്യം കേൾക്കാം. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രോപ്പേന്മാരാൽ കാതീശ് പാടപ്പെടുന്നവനും ആയിരങ്ങളും പതിനായിരങ്ങളുമായ വിശേഷ ബുദ്ധിയുള്ള സൈന്യങ്ങളാൽ പൊഴുത്തപ്പെടുന്നവനും സുഗന്ധവാസനയായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും മലവഴിപാടുകളെയും ശുദ്ധീകരിച്ച് പരിപൂർണമാകുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, സ്വർഗസ്ഥ പിതാവായ ദൈവമാകുന്ന നിന്നെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ എല്ലാവരുടെയും ശരീരാത്മാ ദേഹികളെ ശുദ്ധീകരിക്കണമേ. വൻസാലേവനോനിയമാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, എന്നാലോ പരീക്ഷയ്ക്ക് നിവാരണം ഉണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവനായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ വാഴ്വുകളായി ചേർന്ന് ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മെശിഹാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന സകലത്തിലും പരിശുദ്ധനോത്തമനും വന്ദിനും ജീവനായകനുമായ നിന്റെ റൂഹായിക്ക് എപ്പോഴെപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിതവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. മരിക്കുമ്പോൾ ഭയത്തോടും പ്രിയലോടും കൂടെ നാം സൂക്ഷിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വേടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കും പുത്രനും ജീവനും കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ അനുഭവങ്ങളാലും കുരിശുമരണത്താലും ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നോർക്കേണം നയവാൻമാർ പുണ്യ പേട്ടോ സംസർഗേ പുത്രൻ ദൈവം മൊറിയോരാകൻ മേലേ സ്തുതിയോടു രാജമകൾ ഹാലേ ലൊയ്യായോ ഹാലേ ലൊയ്യ നിൻവലഭാഗെ രാജഭാമിനിയോ ജന്മോഹിപ്പാൻ ലോയ്യ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും പാറിക്കുമോ ചോലാപോലം റോവൽ റൂഹോ കാദീശോ ലോലം മോദാമിനവാലം വൽമീനാമി ഭക്തർപുകഴ്ച ഭാജനമേ നിന്നിലൊതിച്ചോരേകസുരൻ ങ്ങളിലറിവാൻ പക്കലപേക്ഷയടക്കേണം സൗമൻ കാലസ്കുറിയേലായിസോ അറിയാമിന്നോർമ്മ വാഴ്വായി തീരണമേ അവൾ തൻ യാചനകൾ കോട്ടയതാകട്ടെ പാറിക്കുമോ ചോലാപോലം റോവൽ റൂഹോ കാദീശോ ദൈവസുതൻ ജനനീ കന്യകമറിയാമിൻ നോയാർ മുഴുവനിലും പരിമളമേകുന്നു േ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാം. തമ്പുരാനെ പറ്റ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവര് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളും കഴിയുന്നവരെയും ഇപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. കരുണവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ. ഞങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ കരുണയാൽ സകല പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകാരനും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളോട് അശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവായ വിശുദ്ധ കന്യമറിയാമിന് തിരുസന്നിധിയിൽ അപേക്ഷയും ഓപ്രസന്നയും ഉള്ളതിനാൽ അവളുടെ പ്രാർത്ഥനയാൽ നല്ലവനെ ദേവോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സീനായ് മാമലയിൽ എരുതി ജ്വാലയിലെരിയാത്ത മുൾമരമായി നിന്നെ മോശ നബി മുൻ കൊറി കണ്ടോ. കന്യാവ്രതമുദ്രേ കഴിവന്നേ ദൈവ സുതനുടെ
കർത്താവേ കരുണ വാതിൽ മുട്ടി വിളിക്കുന്നു രടിയാർയാചനകൾ കലിവോടുത്തരമരുളണമേ നിൻ മാതാവിൻ പ്രാർത്ഥന കേട്ടടിയാര് നന്മകൾ ചൊരിയണമേ വാഴ്വുകളേകണമേ വാഴ്വുകളേകണമേ മഹാപരിശുദ്ധ സർവവിശുദ്ധന്മാരെക്കാളും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളോളം സകലത്തിലും മഹത്തോളോളമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കലായിട്ട് അപേക്ഷിക്കുന്നവരായ എല്ലാവരും സർവവിധ ദുഃഖങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെ ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തോളം തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തോളമായി ഞങ്ങളുടെ നാഥയായ കനികേ, ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളെ ആത്മാക്കൾ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ ഊടുവഴികൾ നേരെയാകണമേ. ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടണമേ. ഞങ്ങളുടെ ആരങ്ങളെ മുറുകി ബലഹീനരായി ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവതിയുവാക്കൾ പരിപാലിക്കപ്പെടണമേ. ഞങ്ങളുടെ വൈദങ്ങൾ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപസ്ഥർ കാത്തോളപ്പെടുകയും വിദൂരസ്ഥ സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയേറിയ നിന്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിപാടിയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാണമേ. നിന്റെ പ്രാവശ്യവരായ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് നിന്റെ കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്ന് അകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. സഭയും അവളുടെ മക്കളും പൊതുവായി മറിച്ചുകൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മിശിഹായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെടിപ്പിനായി അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ നിന്റെ പരിശുദ്ധയുടെ മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും നീ കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയിലായപ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധതയുടെ തിരശ്ശീല അവരെ മറയ്ക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവരെ നീ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തെ അവരിൽ നിന്നും അകറ്റണമേ. ബലഹീനരായ ഞങ്ങളെയും അവരെയും സകല പട്ടക്കാരെയും ശമാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തോളണമേ. നാം 3 പ്രാവശ്യം കുറിയിലായിസോൻ എന്ന അട്ടഹസിച്ച് പറയണം. കുറിയിലായിസോൻ 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 രക്ഷകനാം മശിഹ ഞങ്ങൾ തൻ സൃഷ്ടാവാം ദേവാ ദയചി ഞങ്ങൾ മേൽ നിന്മാതാ യാചനമൂലം പൈശാചിക ചതിയിൽ നിന്നെങ്ങൾ കേകണമേ ബുദ്ധി ദുർസേനാവലിയിൽ നിന്നും നീ രക്ഷിക്കേണമേ. നിന്ദാസർ ഞങ്ങൾ നാഥാതൃക്കൈയിൽ വാഞ്ചിപ്പേൻ കൃപയെ നീയല്ലാതില്ലാരും ഏകണമേ പുണ്യം മോചനവും നിന്നടിയങ്ങൾക്കായി
പൂർണ്ണ ശാന്തിയുമേ മൃതരായോ കരുളിടേണമേ. കുറിയേലൈസോൻ കുറിയേലൈസോൻ കുറിയേലൈസോൻ. നാദാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാദാ കൃപ ചെയ്യണമലിവാൽ. നാഥാ കൃപ ചെയ്യണമലിവാൻ. നാഥാ കൃപ ചെയ്യണമലിവാൻ. നാദാ ഉത്തരമരുളണമേ. നാഥാ ഉത്തരമരുളണമേ. നാഥാ ഉത്തരമരുളണമേ. ശ്വലോക് മൊറാൻ ശ്വലോക് മൊറാൻ ശുഭോലക് സുബ്രഹ്മണ്യം ബാരിക്കുമോ. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചോണമേ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെടലാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെടലാകുന്നു. ശുദ്ധമുള്ള നീമർത്തുരമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ സഭയിൽ കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായിരിക്കുന്ന എൽദോമോൻ ബെസേലിയോസ് ബാബയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ബാബയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നയവാൻപന പോലെ തളർത്തിടമേ ഹാലേലൂയ. വളരും അവൻ ലെബനോന്റെ കാരികിൽ പോൽ. വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ. ഓരോ ബോലിംഗം എൽദോമോ ബെസേലിയോ. മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചേർന്നവനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രമാപൂഴ്ചയും മനുഷ്യരുമായ നല്ലവനതയും നിത്യയോടാതെ അർപ്പിക്കുവാൻ ഞങ്ങളെ നിയോഗ്രാക്കണമേ. എൽദോമോ ബെസേലിയോസ് ബാബയുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുകി കൊടുക്കുകയും ചെയ്ത ദൈവമായ കർത്താവിന് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗൽഗുനിയവുമോ സുതായ സൗന്ദര്യശ്രേഷ്ഠനായ മോ ബെസേലിയോസ് ബാബ ഹൃദയപൂർവമായ സ്വതങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പൂഴ്ത്തി മഹാസന്തോഷത്തോടു കൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ മോ ബെസേലിയോസേ, നീ ഭാഗ്യവാനാകുന്നു. യെരമ്യായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോ ബെസേലിയോസേ, നീ സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോ ബെസേലിയോസ് ബാവ, നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങി പോവുകയും കലഹങ്ങൾ ശാന്തമാകുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപോടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാകുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും
കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് ഊർഷ്ലേമ്യ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളോട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്ഗോലസ്ബാലോൽമീൻ മെനാലോഗ്നാമേൽ ഹൂസോയദോ ബേ വർഷിപ്കോനോ ദദോഹേ ബദ്രൈഖോൻ വൽമലോലം ഉൽമീൻ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോബേസേലിയോ പദവിൻ വഴി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്മഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ നാടുകളെ മോശെ പോൽത്ത് കൈവാഴ്ത്തേണം. പിന്നവരീച്ചൊരു നാഥനും നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിയിടുന്ന റൂഹാവന്നേൽ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാകെ മേലയിലുവാതാറേ പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോടായി അടികളെയും കോപത്തിൽ വടികളെയുമായി ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹാലേ ലോയോ ഹാലേ ലോയ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയോ ഹാലേ ലോയായ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും വാർക്കുമോ ശുചിയുടെ ശുദ്ധ്യാഭസ്കുതിശാസിച്ചുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ പാലവരത്തു വസിക്കേണം. സ്തോമൻ കാലസ്കുറിയേലായി ഭക്ത്യാമദ്ബഹായിൽ പരിചരിച്ചെന്നാചാര്യന്മാരെ പരമാനന്ദലോകത്തിൽ പരിജോടിയെ ചേർക്കേട്ടെ പാർക്കുമോ മറന്നീടല്ലേ സോനുനാഥ ശുശ്രൂഷകരമൈ ഉയർപ്പിൻ വലിയൊരു നാളിങ്കൽ അവർ കേളമേ മുഖകാന്തി മൊഴികൾ മുടഞ്ഞോട്ടിത്തകിടും ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവചോടിയിടും മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നമ്മുടെ നാളുകളോ ഹാലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മനോലം മനോലം ശരണത്താലെ നിൻ കൃപയേ മരണമടഞ്ഞൊരു ദാസേര നിൻ ജീവാസുരമതുണർത്തണമേ കബറിനധ്യാനത്തിനായി സ്തോമൻ കാലസ്കുരിയിലായി സോരേകുന്നോൻ രാജാവ് ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവരുയരോടെഴുന്നേറ്റു ഉയരേകോ നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം വാക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ
പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ തൊട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിങ്ങ മഹത്വം മരമാതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം വംശാബാർ ആബോറോഹായോ കാദീശോ മേനോലാം പൽദോർദോരല്ലേ ദശുദോ ഹല്ലേലൂയ മെൻമദ്ബഹോ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസിദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും മോചനത്തിനും ഞങ്ങളെ കർത്താവും ദൈവമായുള്ളവേ രൂപാകെയുള്ള മോപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശുരങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലുതുകരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയോയരങ്ങളിൽ നാഥനും ബഹുമതി തന്മാതാവിനും പുകഴും മുടി സഹദേന്മാർക്കും കൃപമൃതരിലുമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ പരിശുദ്ധമായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാലും കബറടഞ്ഞോതൽ ശരണം നീ മൃതനുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണയെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി ഭവിക്കണമേ. ആദ്യ മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന സകലത്തിലും പരിശുദ്ധനോത്തമനും വന്യനും ജീവനായകനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ഹോശോ വബുകൂല സുബാലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം
വീണ്ടും കാലമായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന വലിയവനും വിസ്മേനിയനുമായ ദൈവമേ, ദേദോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനോത്തമനും വന്യനും ജീവനായകനുമായ നിന്നുറുകായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്മാലവൽമീം ആമീൻ പറയുമോ. അക്ഷരലോകമശേഷം വിട്ടൊരു ശാശ്വതലോകേ ചേരാൻ വരനോട് ഹിതമത് കാത്തൊരു മോമേസേലിയോസ് ഓട്ടം ചേലോട് അവസാനിപ്പി ചൈക ദൂരിതം വേട്ടുയരത്തിൽ പരനോട് സവിതേ മേവിടും ദൈവിക രാജ്യം ചേരും മാർഗം തെളിയിച്ചവനാ മോംബേസേലിയോസ് ഓർക്കും നിവർന്നിൽ പാവനചരിതം മംഗളമിവരിൽ പരനോദിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന ഭാവുകമെങ്ങൾ കരുൾമാനേണേ. സ്മൃതി ഭൂമിയിലും വാനിലുമാഘോഷിക്കുന്നു. ഭൂമിതലേ മർത്തിരുമാകാശേ വാനവരും മോദിക്കുന്നു. നിൻ പോരാട്ടത്തെ നോക്കി തോഷിച്ചിടുന്നു നാഥൻ. സൽവടനേ ശാശ്വതരാജ്യം വന്നവകാശിക്കുന്നേവം നിന്നോടീശൻ ഘോഷിക്കും. സെലോൻ ദുഷ്ലമോ ആഹായൻ ഹബീബായ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപൂരിയാരം നൽകുന്ന ബലിപീഠം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ വിശുദ്ധ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനം പാപിയുമായ ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയും സഹായവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നാളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ആമീൻ. കർത്താവ് അവിടുത്തെ കൃപ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ശുഭോലക് മാറാൻ ശുഭോലക് മാറാൻ ശുഭോലക് സാബറാലവലം ബാറക്കുമോർ ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ സ്ത്രീകളുടെ വാഴ്ത്തപ്പെടാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ശുദ്ധമുള്ള നിയമത്തിനുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു തരണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. എല്ലാവർക്കും അല്പനേരം അവിടെ ഇരിക്കാവുന്നതാണ്. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കരുണയും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കൊണ്ട് ഓരോ ദിവസവും നമ്മളെ അവൻ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് നാം ഇന്നും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചു. നാം ഇന്ന് ഇവിടെ ആയിരിക്കണം. വിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ഇന്ന് വിശുദ്ധ സ്ലീബ പെരുന്നാളിന് ശേഷം കടന്നു വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നാം വായിച്ചേട്ട തിരുവചന ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ വേദഭാഗത്ത് കാണുന്നത് യേശുമ്പുരാനും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരു വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ അവിടെ നിന്ന് കതിരുകൾ ഊരിയെടുക്കുന്നതായിട്ട് കാണുകയാണ്. ഇത് കാണുന്ന ആ പരീശന്മാര്, അല്ലെങ്കിൽ ആ യേശുമ്പുരാനോട് അടുത്ത് നിന്നിരുന്ന പരീശന്മാര്, ഇത് വിഹിതമോ എന്ന് യേശുമ്പുരാനോട് ചോദിക്കുന്ന ഒരു വേദഭാഗമാണ് അവിടെ കാണുന്നത്. തുടർന്ന് യേശുമ്പുരാൻ അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ചെയ്ത ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ശാബത് മനുഷ്യൻ ശാബത്തിനായിട്ടല്ല, മറിച്ച് ശാബത് മനുഷ്യനായിട്ടാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന 2 വിഭാഗത്തിലുള്ള വ്യക്തിത്വങ്ങളെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, യേശുമ്പുരാന്റെ കൂടെ നടന്ന ആ ശിഷ്യന്മാരും 2 പരീശന്മാരെയുമാണ്. പഴയ നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നും അവർക്ക് ഭക്ഷിക്കാം, പക്ഷെ ഒന്നും സഞ്ചിയിൽ കരുതുവാൻ പാടില്ല എന്ന് യഹോവയായ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. ആ കൽപ്പന പ്രകാരമാണ് ഇവിടെയും ഈ വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സ്ലീഹന്മാർ അവിടെ ചെയ്യുന്നത്, അവര് ആ കതിരുകൾ പറിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെ ന്യായീകരണമായി പരീശന്മാർ കണ്ടെത്തുന്നത് അന്ന് ശാബതാണ്, അതുകൊണ്ട് ശാബത്തിൽ ഇതൊന്നും ചെയ്യുന്നത് വിഹിതമല്ല എന്ന് അവർ രേഖപ്പെടുത്തുകയാണ്. അതായത് ഈ പരീശന്മാർ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ വചനങ്ങളെയൊക്കെ വളച്ചൊടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതായത് ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവര് സകലതും ക്രമീകരിക്കുന്നു. ഇവിടെ ഈ സ്ലീഹന്മാർക്ക് നീതി നിഷേധിക്കുന്ന ഒരവസ്ഥ കാണിക്കുമ്പോൾ യേശുമ്പുരാൻ അവർക്ക് നല്ല ഒരു നീതി നൽകുന്ന, അല്ലെങ്കിൽ അവരോട് അവർ ചെയ്തത് തെറ്റല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും ഉള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ വളച്ചൊടിച്ചാണോ നാം പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരെ നടക്കണമെന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നൽകുന്ന ഒരു വലിയ ഉത്തരം എന്ന് പറയുന്നത്, നാം ഓരോരുത്തരും അത് നീതിയുക്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കണം. യേശുമ്പുരാൻ തന്റെ സ്ലീഹന്മാരെ സംരക്ഷിക്കുകയല്ല, മറിച്ച് ആ സമൂഹത്തെ മുഴുവനും സംരക്ഷിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പം നീതിയോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതായത് ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് സഭയുടെ ഏറ്റവും പരിശുദ്ധനായിരിക്കുന്ന എൽദോമോർ ബെസേലിയോസ് ബാബയുടെ ഓർമ്മ ദിവസമാണല്ലോ. കോതമംഗലം എന്ന് പറയുമ്പോൾ തന്നെ എൽദോമോർ ബെസേലിയോസ് ബാബയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ എൽദോ എന്നും ബെസേലിയോസ് എന്നും പേര് സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ വിശുദ്ധ മാമുദീസായിൽ ഒരു പരിശുദ്ധന്റെ നാമങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചാർത്തി തരുന്നതിന് പ്രധാന കാരണം ആ പരിശുദ്ധന്റെ ജീവിതം അനുകരിച്ച് ആ പരിശുദ്ധന്റെ ജീവിതത്തിന് ഒത്തവണ്ണം ജീവിക്കുക എന്നതാണ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആ പരിശുദ്ധന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളതാണ്. എന്നേക്കാൾ കൂടുതൽ ആ പരിശുദ്ധനെ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷേ ഓരോ വർഷവും പെരുന്നാൾ കഴിഞ്ഞു പോയി, ഈ വർഷവും ഒരു പെരുന്നാളിലേക്ക് നാം കടന്നു വന്നു. ഒരു ചോദ്യം മാത്രം ബാക്കി നിർത്തുന്നു, നാം ഓരോരുത്തരും ആ പരിശുദ്ധന്റെ ജീവിതത്തിലെ ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഓരോ പരിശുദ്ധന്മാരെയും പരിശുദ്ധന്മാരെന്ന സഭ വിളിക്കുന്നത്
അവരുടെ വാക്കിലും പ്രവൃത്തിയിലും അവരുടെ ചിന്തയിലും അവരുടെ പ്രാർത്ഥനാ ജീവിതവുമൊക്കെ നമുക്ക് നൽകിക്കൊണ്ട് അവര് ദൈവത്തോട് ചേർന്ന് നിന്നവരെയാണ് പരിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? പരിശുദ്ധന്മാർ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്ക് കാണിച്ചു തന്നു. നല്ല നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ജീവിതം അവർ കാണിച്ചു തന്നു. പരസ്പരം സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പരസ്പരം സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അവർ നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ ഈ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്ര പേർക്ക് വിശുദ്ധിയുടെ ഒരു ജീവിതമുണ്ട്? നമുക്ക് എത്ര പേർക്ക് നീതിയുക്തമായി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, നമ്മുടെ മക്കളോട്, മാതാപിതാക്കന്മാരോട് നമുക്ക് നീതിയുക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്? മൂന്നാമത്, പരസ്പരം സ്നേഹം നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കണം. ഒരു പരിശുദ്ധന്റെയും ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് അവരുടെ പാതയിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. എബ്രായ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങളെ വഴി നടത്തിയവരുടെ അവരെ ഓർത്തുകൊണ്ട് ആ വഴിയിൽ നടക്കുവാൻ നമുക്ക് സാധിക്കണം. എൽദോമാർ ബസേലിയൂസ് ബാബയുടെ പെരുന്നാൾ നാം ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ അടുത്ത വർഷത്തെ പെരുന്നാളിന് നാം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും ഒരിക്കലും പ്രവചിക്കുവാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഒരു തീരുമാനമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധിയോടുകൂടെ ജീവിക്കാം. ആ ബാബയുടെ ജീവിതത്തിൽ, ആ പരിശുദ്ധന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നീതിയുക്തമായി പരസ്പരം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല ഐക്യത്തിന്റെയും ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് നമ്മെ ഓരോരുത്തരെയും ഒരുക്കേണ്ടുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ വചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതരനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.